കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഇനിയും കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്ത നമ്മൾ ഡിഫറൻഷ്യബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറംസ് ആണ് നോക്കുന്നത്. ഇന്നത്തെ തിയറം, ഫസ്റ്റ് തിയറം പറയുന്നത് ഇഫ് എ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സി then it is continuous at that point. അതായത് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ എടുക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ തീർച്ചയായിട്ടും ആ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്ക് അതിൻ്റെ പ്രൂഫ് ആവശ്യമില്ല, റിസൾട്ട് ഒന്ന് ഓർത്തിരിക്കുക. തിരിച്ച് എ ഫംഗ്ഷൻ മേ ബി കണ്ടിന്യൂസ് അറ്റ് പോയിന്റ് ബട്ട് മേ നോട്ട് ബി ഡിഫറൻഷ്യബിൾ അറ്റ് ദാറ്റ് പോയിന്റ്. ഇനി ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് വിചാരിച്ച് അവിടെ ഡിഫറൻഷ്യബിൾ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. എഫ് ഓഫ് എക്സ് ഇസിക്കലും മോഡ് എക്സ്, അത് കണ്ടിന്യൂസ് ആണെന്ന് എക്സ് ഇസിക്കൽ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസിക്കൽ 0. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഫംഗ്ഷൻ മേ ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് ബട്ട് മേ നോട്ട് ബി ഡിഫറൻഷ്യബിൾ അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി, ബട്ട് കണ്ടിന്യൂറ്റി ഡസ് നോട്ട് ഇംപ്ലൈ എന്താണ്, ഡിഫറൻഷ്യബിലിറ്റി. ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ആകാം, ചിലപ്പം നിർബന്ധമില്ല, ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. ഇനി നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ കുറച്ച് ആൾജിബ്ര പ്രോപ്പർട്ടി എല്ലാം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ടെസ്റ്റിനൊക്കെ ആയിട്ട് ഉപകരിക്കും, മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഉപകരിക്കും. അതായത് ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് റിസൾട്ട് ഇതാണ്: എവരി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ e⁻x log x എന്ന് പറയുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷനും ഒക്കെ എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ കേസിൽ സമ്മ്, ഡിഫറൻസ്, കോഷ്യന്റ്, കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ, ഇതെല്ലാം കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിരുന്നെങ്കിൽ അവയുടെ കോമ്പോസിഷനും സമ്മും ഡിഫറൻസും എല്ലാം കണ്ടിന്യൂസ് ഒക്കെയാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ സം ഡിഫറൻസ് പ്രോഡക്റ്റ് ആൻഡ് കോഷ്യന്റ് ഓഫ് ടു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ. അതുപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് ഡിഫറൻഷ്യബിൾ, കോമ്പോസിഷൻ എടുക്കാമെങ്കിൽ G.F എന്നൊക്കെ, അപ്പോൾ ജിയും എഫും ഡിഫറൻഷ്യബിൾ ആണ്, G.F എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഇനി ഇത് ലോഗരിതമിക് ഫംഗ്ഷൻ, അതുപോലെ തന്നെ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ, ഇതെല്ലാം ഡിഫറൻഷ്യബിൾ ഇൻ ദ റെസ്പെക്റ്റീവ് ഡൊമൈൻ. അവയുടെ ഡൊമൈൻ ഏതാണോ ആ ഡൊമൈനിൽ ഈ ഫംഗ്ഷൻസ് എല്ലാം തന്നെ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എല്ലാം നിങ്ങൾ അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ആൾജിബ്രൈക് പ്രോപ്പർട്ടി എല്ലാം നിങ്ങൾ ഓർത്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതായിട്ട് നമ്മളെ കുറച്ച് ഫംഗ്ഷൻസിൻ്റെ, സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളൊക്കെ ഫസ്റ്റ് ഇയറിൽ കുറച്ച് പഠിച്ചതാണ്. പിന്നെ കുറച്ച് ഫംഗ്ഷൻ നമ്മൾ ഈ വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും കുറച്ച് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അന്ന് ഞാൻ ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ 0 ആയിരിക്കും. d/dx ഓഫ് 5 എന്നോ -5 എന്നോ 3/2 എന്നോ കോൺസ്റ്റൻറ്റ് വന്നു കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. sin x ആണ് cos xൻ്റെ ഡെറിവേറ്റീവ് -sin x, tan x sec² x, cot x -cos² x, sec x tan x, cosec xൻ്റെ ഡെറിവേറ്റീവ് -cosec x, cot x. അപ്പോൾ നമ്മൾ ഈ കോ ഫംഗ്ഷൻ്റെ എല്ലാം ഡെറിവേറ്റീവ് മൈനസ് വരുമെന്ന് പറഞ്ഞു. കോസ്, അതുപോലെ തന്നെ കോട്ട്, കൊസീക്ക്, ഇതിൻ്റെ കോ ഫംഗ്ഷൻ്റെ എല്ലാം ഡെറിവേറ്റീവ് നെഗറ്റീവ് വരും. പിന്നെ നമ്മൾ ഈ വർഷം പഠിച്ച ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കൂടെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 - s², കോസ് ഇൻവേഴ്സിൻ്റെ ആണ് -1/√1 - s², ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + s², കോട്ട് ഇൻവേഴ്സിൻ്റെ ആകുമ്പോൾ -1/1 + s², സീക്ക് ഇൻവേഴ്സിൻ്റെ ആണ് 1/x√s² - 1, കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1/x√s² - 1. പിന്നെ അപ്പോൾ ഇവിടെയും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരുമ്പോൾ കോ ഫംഗ്ഷൻസിൻ്റെ ആണ് കോസ്, കോട്ട്, അതുപോലെ തന്നെ കൊസീക്കിൻ്റെ എല്ലാം നെഗറ്റീവാണ് വരുന്നത്. ഇവ തമ്മിലുള്ള റിലേഷനും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പിന്നെ അത് മോഡ് എക്സ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x/x ആണ്. e⁻xൻ്റെ e⁻x തന്നെയാണ്. log xൻ്റെ ആണ് 1/x വരും. a⁻x ആണ് a⁻xൻ്റെ log വരും. x⁻x ആണ് x⁻xൻ്റെ 1 + log x വരും. x⁻n ആണെങ്കിൽ nx⁻n-1. ഇത്രയും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ്. അപ്പോൾ ഇത്രയും സ്റ്റാൻഡേർഡ് റിസൾട്ട്സിൻ്റെ ഡെറിവേറ്റീവ്, ഇത്രയും സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ ഓർത്തിരിക്കുന്നത്, ഇത്രയും ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മളെപ്പോഴും പഠിച്ചിരിക്കേണ്ടതാണ്. കുറച്ച് ഫംഗ്ഷൻസിലൂടെ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ഡെറിവേറ്റീവ് നോക്കാം.
അതായത് ഇപ്പോൾ നമ്മൾ d/dx ഓഫ് എക്സ് മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുപോലെ തന്നെ kx ആണെങ്കിൽ k ഇവിടെ ഉണ്ട്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് k × 1 ദാറ്റ് ഈസ് k എന്ന് തന്നെ കിട്ടും. √x ആണ് 1/2 √x, ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. 1/√x ആണെങ്കിൽ -1/2x √x ആയിരിക്കും. √x ആണ് 1/2 √x, 1/√x ആണെങ്കിൽ -1/2x √x ആയിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ്. ഇനി d/dx ഓഫ് k/x എന്താണ്? -k/s² ആണ്. d/dx ഓഫ് s² ആണെങ്കിൽ എന്താണ്? 2x ആണ്. d/dx ഓഫ് s³ ആണെങ്കിൽ എന്താണ്? 3s² ആണ്. d/dx ഓഫ് 3x ആണെങ്കിൽ എന്താണ്? 3 × ഡെറിവേറ്റീവ് ഓഫ് x എന്ന് പറയുമ്പോൾ 1 ആകുമ്പോൾ 3 വരും. d/dx ഓഫ് x/2 എന്ന് പറയുമ്പോൾ എന്താണ്? 1/2 × എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ d/dx ഓഫ് x/2 = 1/2 എന്ന് പറയും. d/dx ഓഫ് 1/x ആണെങ്കിൽ -1/s² ആയിരിക്കും. അപ്പം 1/xൻ്റെ ഡെറിവേറ്റീവ് -1/s² ആണ്. d/dx ഓഫ് 1/s² ആണെങ്കിൽ -2/s³. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു അത് ഇവിടെ എഴുതുക, മൈനസ് എന്നിട്ട് ഇവിടുത്തെ ഒരു ഇൻഡെക്സ് കൂട്ടി എഴുതുക. 1/x ആണെങ്കിൽ -n/x⁻n+1. അപ്പോൾ ഇവിടെ x⁻n ആണ്, ഇവിടെ x⁻n+1. s² ആണ് ഇവിടെ s³ x ആണ് s², -1/ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ ഇവിടെ ഇൻഡെക്സ് അവിടെ എഴുതുക. വേറെ n is a natural number. അപ്പോൾ ഇത്രയും ഒരു ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്തത് ഡിഫറൻസിയേഷനെ കുറച്ച് ബേസിക് തിയറംസ് ആണ്. അതെ, d/dx ഓഫ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് 0 എന്ന് വരും. k × f of x, ഒരു കോൺസ്റ്റന്റിനെ ഒരു ഫംഗ്ഷനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ k × ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. അതുപോലെ തന്നെ സം ഓഫ് ഡിഫറൻസ് ഓഫ് 2 ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ അവയുടെ ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് എടുത്ത് സം അല്ലെങ്കിൽ ഡിഫറൻസ് കണ്ടാൽ മതി. പ്രോഡക്റ്റ് റൂൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതായത് d/dx ഓഫ് പ്രോഡക്റ്റ് 2 ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. അതാണ് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഇനി കോഷ്യൻ്റ് റൂൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. കോഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇതാണ് കോഷ്യൻ്റ് റൂൾ എന്ന് പറയുന്നത്. ഇത്രയും ഈ ബേസിക് റൂൾസ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, 3 ഫംഗ്ഷൻ നമുക്ക് തന്നിട്ട് 3 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് തന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് പറയുകയെന്ന് വിചാരിച്ചു. നമുക്ക് 6ാമത്തെ അതുകൂടെ കൊടുക്കുക. d/dx ഓഫ് f of x, g of x, h of x ആണ് എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് റൂൾ 2 ഫംഗ്ഷനാണ് കൊടുത്തിരുന്നത്. ഇവിടെ 3 ഫംഗ്ഷൻ വരികയാണ്. നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ f of x × g of x ഇൻറ്റു d/dx ഓഫ് h of x പ്ലസ്, അപ്പോൾ ആദ്യത്തെ 2 ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൂന്നാമത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക പ്ലസ് ഫസ്റ്റ് ഇൻറ്റു തേർഡ് എടുക്കുക f of x ഇൻറ്റു h of x ഇൻറ്റു d/dx ഓഫ് g of x കാണുക പ്ലസ്, ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് അവസാനത്തെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് പിന്നെ ഫസ്റ്റ് ലാസ്റ്റും എടുത്തിട്ട് രണ്ടാമത്തെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് അടുത്തത് സെക്കൻഡും തേർഡും എടുക്കുക എന്നിട്ട് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഇങ്ങനെയായിരിക്കും നമുക്ക് 3 ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റായിട്ട് വന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി തേർഡ് പ്ലസ് ഫസ്റ്റ് ഇൻറ്റു തേർഡ് ഡെറിവേറ്റീവ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു തേർഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഇത്രയും ബേസിക് റൂൾസ് ആണ്, തിയറംസ് ആണ്. ഈ പ്ലസും മൈനസും ഒക്കെ വരുമ്പോൾ ഇത് നമുക്ക് ഈ ഒരു തിയറം ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മളെ കുറച്ച് റിസൾട്ട്സ് എല്ലാം നമ്മൾ പഠിച്ച് കുറച്ച് ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഡെറിവേറ്റീവ് നമുക്കറിയാം. അതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ആണ്. Look at the first problem. Differentiate the following with respect to x. ആദ്യത്തെ ക്വസ്റ്റ്യൻ 2x⁻7. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് സപ്പോസ് y = 2x⁻7 3/2 √x -7/s³ പ്ലസ് അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് dy/dx കാണാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമോ ഡിഫറൻസ് വരികയാണെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡിഫറൻസിയേഷൻ നമ്മളങ്ങ് ചെയ്ത് പോയച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ ഡിഫറൻസിയേഷൻ പ്ലസ് രണ്ടാമത്തെ ഡിഫറൻസിയേഷൻ മൈനസ് മൂന്നാമത്തെ ഡിഫറൻസിയേഷൻ പ്ലസ് നാലാമത്തെ ഡിഫറൻസിയേഷൻ, ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നിങ്ങളൊന്ന് ചെയ്യുന്ന വിധമൊന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ×
ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 7 നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 7 വന്നതുകൊണ്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് 7 ഇൻറ്റു എക്സ് റൈസ് ടു 7 മൈനസ് 1 ദാറ്റ് ഈസ് 6 എന്നായി. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസിയേഷൻ ഡെറിവേറ്റീവ്. അടുത്ത കോൺസ്റ്റൻ്റ് മാറ്റി 3/2 ഇൻറ്റു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇത് എഴുതി കഴിയുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് അങ്ങ് എഴുതിയാൽ മതി 1/2 റൂട്ട് എക്സ് ആണ് മൈനസ് 7 ഇൻറ്റു നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് 1/x റൈസ് ടു n ഈസ് ഈക്വൽ ടു മൈനസ് 1/x റൈസ് ടു n പ്ലസ് 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1/s³ ഡിഫറൻസിയേഷൻ എഴുതുമ്പോൾ മൈനസ് 3/x റൈസ് ടു 3 പ്ലസ് 1 ദാറ്റ് ഈസ് 4. പിന്നെ സീക്ക് എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് ആ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് അറിയാമെങ്കിൽ മാത്രമേ ഇത്രയുള്ള പ്രോബ്ലംസിൻ്റെ ആൻസർ അല്ലെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് 2 × 7 14 x റൈസ് ടു 6. ഇവിടെ ന്യൂമറേറ്ററിൽ 3 താഴെ 4 2 × 2 4 റൂട്ട് എക്സ് എന്ന് എഴുതാം. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 7 × 3 21 x റൈസ് ടു 4 21/x റൈസ് ടു 4 പ്ലസ് സീക്ക് എക്സ് ടാൻ എക്സ്. ഇതായിരിക്കും ഈ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്റ്റാൻഡേർഡ് ഇതുപോലുള്ള സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഡെറിവേറ്റീവ് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ബി പാർട്ട് വരെ. ഇവിടെ y is equal to, suppose y is equal to 4/√x minus 6/x raised to 4 2 into √x plus x raised to 15. ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ dy by dx കാണാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് dy by dx of 1/√x is equal to minus 1/2x √x നമ്മൾ പഠിച്ചിട്ടുണ്ട്. minus 1/2x √x. അപ്പോൾ അതനുസരിച്ച് 4 ഇൻറ്റു ഇത് 4 × 1/√x നമുക്ക് എഴുതാം. 4/√x നമുക്ക് 4 × 1/√x എന്ന് എഴുതാം. അപ്പോൾ 4 × 1/√xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1/2x √x എന്ന് എഴുതാം. മൈനസ് 6 ഇൻറ്റു നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് 1/x റൈസ് ടു n നമുക്ക് ഇങ്ങനെ എഴുതാം മൈനസ് n/x റൈസ് ടു n പ്ലസ് 1 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്കിത് എഴുതിയാൽ x റൈസ് ടു 4 ആണ്. അപ്പോൾ മൈനസ് 4/x റൈസ് ടു 4 പ്ലസ് 1 ദാറ്റ് ഈസ് 5 എന്ന് എഴുതും. മൈനസ് 2 ഇൻറ്റു √xൻ്റെ ഡെറിവേറ്റീവ് 1/2 √x ആണ് പ്ലസ് x റൈസ് ടു n-ൻ്റെ ഡെറിവേറ്റീവ് nx റൈസ് ടു n മൈനസ് 1 ആണ്. അപ്പോൾ 15x റൈസ് ടു 15 മൈനസ് 1 ദാറ്റ് ഈസ് 14. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തെന്ന് എഴുതിയാൽ 4 × കൂടെ ക്യാൻസൽ ചെയ്തിട്ട് മൈനസ് 2/x √x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 6 × 4 24/x റൈസ് ടു 5. ഈ 2 × 2 ക്യാൻസൽ ചെയ്ത് നമുക്ക് മൈനസ് 1/√x പ്ലസ് 15x റൈസ് ടു 14. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ബേസിക് ആയിട്ടുള്ള ഡിഫറൻസിയേഷനാണ്. ചില ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് ഡിഫറൻസിയേഷനാണ് സീക്ക് എക്സ് ടാൻ എക്സ്. അതിൽ ബി പാർട്ട് 5 cosec x cot x. സി പാർട്ട് s² sin x cos x. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് ആദ്യമേ തന്നെ y ഈക്വൽ സപ്പോസ് y ഈക്വൽ എന്ന് പറഞ്ഞെങ്കിൽ y ഈക്വൽ sec x tan x. അപ്പോൾ ഇത് രണ്ട് sec x tan x എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റാണ്.
ഇപ്പോൾ പ്രോഡക്റ്റ് ആകുമ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഡിഫറൻസിയേഷൻ കാണുന്നത്? ഫസ്റ്റ് ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് ദി ഫസ്റ്റ്. That is sec x into tan x ന്റെ ഡിഫറൻസിയേഷൻ sec square x ആണ് പ്ലസ് tan x into sec x ന്റെ ഡിഫറൻസിയേഷൻ sec x tan x ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ sec ക്യൂബ് x പ്ലസ് c സ്ക്വയർ x sec x tan സ്ക്വയർ x എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടിടത്തും sec x കോമൺ ആയതുകൊണ്ട് sec x ഒന്ന് എടുത്തു കഴിഞ്ഞാൽ c സ്ക്വയർ x പ്ലസ് tan സ്ക്വയർ x എന്ന് ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഇതായിരിക്കും. സെക്കൻഡ് പാർട്ടിലേക്ക് നോക്കാം, ബി പാർട്ട് നോക്കാം. സപ്പോസ് y is equal to 5 cosec x cot x ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാം, dy/dx നോക്കാം. 5 ഇൻറ്റു നമുക്ക് ഈ കോൺസ്റ്റന്റ് ഇങ്ങോട്ട് മാറ്റിയാൽ അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ആയി. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. നമ്മളെ പ്രോഡക്റ്റ് റൂൾ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ 5 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആ കോൺസ്റ്റന്റ് വെളിയിലെടുത്ത് കോമൺ ഫാക്ടറായിട്ട് എടുത്തു. ദാറ്റ് ഈസ് cosec x ഇൻറ്റു cot x നമുക്കറിയാം മൈനസ് cosec സ്ക്വയർ x ആണ് പ്ലസ് cot x ഇൻറ്റു cosec x ൻ്റെ എന്താണ്? മൈനസ് cosec x cot x ആണ്. അപ്പോൾ നമുക്കിവിടെ 5 ഇൻറ്റു മൈനസ് cosec ക്യൂബ് x, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് cosec x cot സ്ക്വയർ x എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് നമുക്ക് cosec x മൈനസ് cosec x ഇങ്ങനെ കോമൺ ആയിട്ട് എടുക്കാം. പിന്നെ എടുത്തു കഴിഞ്ഞാൽ cosec സ്ക്വയർ x പ്ലസ് cot സ്ക്വയർ x ഒന്ന്. നമുക്കിതിനെ ഇങ്ങോട്ട് ഒന്ന് ഇത്ര എഴുതിയാൽ മതി. എന്നാലും നമുക്കിതിനെ ഒന്ന് കോമൺ ഫാക്ടർ, ഇവിടെ ഒരു മൈനസ് കോമൺ ഉണ്ട്, അതിവിടെ എഴുതും. പിന്നെ cosec x കോമൺ ഉണ്ട്, അതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് എഴുതാനായിട്ട് സാധിക്കും. ഞാൻ സി പാർട്ടിലേക്ക് നമുക്ക് വരാം. സപ്പോസ് y is equal to s സ്ക്വയർ sin s cot x ആണ്. അതായത് ഇത് പ്രോഡക്റ്റ് ഓഫ് 3 ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു റൂൾ ഉപയോഗിച്ചാൽ dy/dx അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഇൻറ്റു dy/dx ഓഫ് തേർഡ്. നമ്മൾ ഫസ്റ്റ് 2 ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റിനെ തേർഡിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പ്ലസ് ഫസ്റ്റ് ഇൻറ്റു തേർഡ്, ദാറ്റ് ഈസ് എസ് സ്ക്വയർ കോസ് എക്സ്. ഇവിടെ ഡോട്ട് ഇടുന്നത് ഇൻറ്റു ഇട്ടാൽ എക്സ് ആയിട്ട് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം എസ് സ്ക്വയർ കോസ് എക്സ് ഇൻറ്റു dy/dx ഓഫ് സൈൻ എക്സ് പ്ലസ് ഇനി ഫസ്റ്റ് ഇൻറ്റു തേർഡ് എസ് സ്ക്വയർ കോസ് എക്സ് ഇൻറ്റു dy/dx ഓഫ് സൈൻ എക്സ്. That is s square into sin x into cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ആണ് പ്ലസ് s square cos x into sin x ന്റെ cos x ആണ് ഡെറിവേറ്റീവ് പ്ലസ് s square cos x, ഇവിടെ sin x ന്റെ ഡെറിവേറ്റീവ് s square into sin x into derivative of cos x plus s square into cos x. പിന്നെ ഇവിടെ s square into sin x ആണ്. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദി തേർഡ് പ്ലസ് ഫസ്റ്റ് ഇൻറ്റു തേർഡ് ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്
പ്ലസ് സെക്കൻഡ് ഇൻറ്റു തേർഡ്, ദാറ്റ് ഈസ് സൈൻ എക്സ് കോസ് എക്സ്. സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ഈ മൂന്നാമത്തെ നമുക്ക് ഇങ്ങനെ എഴുതാം, സൈൻ എക്സ് കോസ് എക്സ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ നമുക്ക് എഴുതാം, ഇവിടെ എസ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് വരും കോമൺ ആയിട്ട്, മൈനസ് എസ് സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ്. അടുത്ത ഇവിടെ എടുത്താൽ എസ് സ്ക്വയർ കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. ലാസ്റ്റ് വൺ 2x sin x cos x. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് മൈനസ് എസ് സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് എസ് സ്ക്വയർ കോസ് സ്ക്വയർ എക്സ് എക്സ് ഇൻറ്റു ഇതിനെ വേണം നമുക്ക് 2 sin x cos x എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ വേണം നമുക്ക് കോസ് സ്ക്വയർ കോമൺ എടുത്താൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇവിടെ കോസ് സ്ക്വയർ എക്സ് ഉണ്ട്, എക്സ് സ്ക്വയർ കോമൺ എടുത്ത് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. പ്ലസ് എക്സ് ഇൻറ്റു 2 sin x cos x നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ 2x എന്ന് എഴുതാം. സൈൻ 2x = 2 sin a cos a എന്നുള്ള രീതി. അപ്പോൾ ഇവിടെ നമുക്ക് എസ് സ്ക്വയർ ഉണ്ട്, കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എന്താണ്, കോസ് 2a ആണ്. അപ്പോൾ കോസ് 2x എന്ന് എഴുതാം പ്ലസ് എക്സ് സൈൻ 2x. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിൽ ഇങ്ങനെ എഴുതാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എഴുതി നിർത്തിയാലും മതി, പിന്നെ നമുക്കൊന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ഫോമിലേക്ക് അതിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതാണ് ഈ സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. cos x by 1 plus sin x. B part sin x minus cos x. Sin x plus cos x. C part x raised to 5 minus cos x by sin x. അപ്പോൾ മൂന്നാമത്തെ ആൻസർ നമുക്കൊന്ന് നോക്കാം. ഇതെല്ലാം കോഷ്യൻ്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ്. ഇതേ പാട്ട് നോക്കാം. y = cos x by 1 plus sin x ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ നമ്മൾ എടുക്കുമ്പോൾ കോഷ്യൻ്റ് റൂൾ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് numerator into derivative of the denominator by denominator square ആണ്. അപ്പോൾ എന്താണ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ കോഷ്യൻ്റ് റൂളാണ്. അപ്പോൾ ഇതിന് നമുക്ക് 1 plus sin x cos എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ മൈനസ് sin x ആണ്. മൈനസ് കോസ് എക്സ് ഇൻറ്റു 1ൻ്റെ ഡിഫറൻസിയേഷൻ 0 സൈൻ എക്സിൻ്റെ കോസ് എക്സ് ആണ് ബൈ 1 plus sin x the whole square. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് മൈനസ് സൈൻ എക്സ് 1 ഇൻറ്റു മൈനസ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് by 1 plus sin x the whole square. That is minus sin x. ഇവിടെ നമുക്ക് മൈനസ് ഇങ്ങനെ കോമൺ ആയിട്ട് എടുത്താൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം ബൈ 1 plus sin x the whole square.
ഇത് 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് 1 ആയതുകൊണ്ട് നമുക്ക് മൈനസ് സൈൻ എക്സ് മൈനസ് 1/1 പ്ലസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ ഒരു മൈനസ് വെളിയിലെടുത്താൽ 1 പ്ലസ് സൈൻ എക്സ് നമുക്ക് ഇതിനെ എഴുതാം. 1 പ്ലസ് 1/sin x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് എഴുതാം? മൈനസ് 1/1 പ്ലസ് സൈൻ എക്സ് ദ 1 പ്ലസ് സൈൻ എക്സ്. ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ഡിഫറൻസിയേഷൻ സ്റ്റാൻഡേർഡ് റിസൾട്ട്സിൻ്റെ ഡിഫറൻസിയേഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഓർക്കുക. ഇനി നമുക്ക് ബി പാർട്ടിലേക്ക് വരാം. ബി പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന y is equal to sin x minus cos x by sin x plus cos x ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്ത് നോക്കാം. d/dx ഡിനോമിനേറ്റർ is sin x plus cos x into derivative of sin x numerator, that is sin x minus cos x, minus numerator into sin x minus cos x into differentiation of denominator, that is sin x plus cos x, whole divided by denominator square, that is sin x plus cos x the whole square, that is sin x plus cos x. ഇതിൻ്റെ ഡിഫറൻസിയേഷൻ sin x ൻ്റെ cos x ആണെന്ന് നമുക്കറിയാം. cos x ൻ്റെ മൈനസ് sin x വരുമ്പോൾ പ്ലസ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് sin x എന്ന് വരും. മൈനസ് sin x മൈനസ് cos x. ഇതിൻ്റെ ഡിഫറൻസിയേഷൻ sin x ൻ്റെ cos x മൈനസ് sin x ബൈ sin x പ്ലസ് cos x ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ നോക്കിയാൽ sin x cos x plus sin square x plus cos square x plus sin x cos x minus sin into cos sin x cos x പിന്നെ മൈനസ് sin x into മൈനസ് sin x, that is plus sin square x. അപ്പം സൈൻ കൊണ്ടുള്ള കഴിഞ്ഞു. പിന്നെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് cos x into cos x plus cos square x plus cos x into minus sin x cos x the whole divided by sin x plus cos x the whole square. നമുക്കിവിടെ ഒരു sin x into cos x ഇവിടെ ക്യാൻസൽ ചെയ്യാം. പിന്നെ പോയിട്ട് നമുക്ക് ഇവിടെ ഒരു മൈനസ് sin x പ്ലസ് cos x അത് ക്യാൻസൽ ചെയ്യും. പിന്നെ sin square x പ്ലസ് cos square x 1 ആണ്. ഇവിടെ ഒരു sin square പ്ലസ് cos square x 1 ആണ്. ഇത് sin x പ്ലസ് cos x the whole square. അപ്പോൾ എന്താണിത്? 2/sin x plus cos x the whole square നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടും. ലാസ്റ്റ് വൺ ഈസ് ഇവിടെയും ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ളതാണ്. സപ്പോസ് y is equal to x raised to 5 minus cos x by sin x. അപ്പോൾ ഇവിടെ നമുക്ക് dy/dx അപ്ലൈ ചെയ്യുമ്പോൾ ക്വോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്റർ ഇൻറ്റു d/dx ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു d/dx ഓഫ് ഡിനോമിനേറ്റർ the whole divided by denominator square. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? sin x ഇൻറ്റു d/dx of x raised to 5 is 5x raised to 4 minus cos x ന്റെ മൈനസ് sin x ആണ്, അപ്പോൾ പ്ലസ് sin x എന്ന് വരും, മൈനസ് x raised to 5 minus cos x
സൈൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ കോസ് എക്സ് ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. സൈൻ എക്സ് ഹോൾ സ്ക്വയർ നമുക്ക് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇത് ഒന്നുകൂടെ നമുക്കൊന്ന് ഇതായിട്ട് എഴുതിയാൽ 5x⁴ സൈൻ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് x⁵ കോസ് എക്സ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഹോൾ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന്. അപ്പോൾ നമുക്കിവിടെ ഒരു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഉണ്ട്, അത് 1 ആണ്. അപ്പോൾ നമുക്കിതിനെ 5x⁴ സൈൻ എക്സ് മൈനസ് x⁵ കോസ് എക്സ് പ്ലസ് 1 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്.